ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ കൂടി ഉണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾ വളരെ കാലം ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. പാലക്കാട് നഗരമേഖലയിലെ പല ബൂത്തുകളിലും ബി ജെ പി ലീഡ് ചെയ്യുമെന്ന് പ്രതീക്ഷയെടുത്ത് ബി ജെ പി ലീഡ് ചെയ്തില്ല. അപ്പോൾ പിരായിരി തുടങ്ങിയ മേഖലകളിൽ അല്ലെങ്കിൽ മാത്തൂരിലും കണ്ണാടിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള തിരിച്ചടി എക്സ്പെക്റ്റഡ് ആണെങ്കിൽ നഗരത്തിലെ പല ബൂത്തുകളിലും ഉണ്ടായിട്ടുള്ള തിരിച്ചടി അൺഎക്സ്പെക്റ്റഡ് ആണ്, ആരും പ്രതീക്ഷിക്കാത്തതാണ്. എന്തിന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് തന്നെയും അത്ര വലിയ ഒരു മാറ്റം ചേഞ്ച് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ചില ആളുകൾ വാര്യർ ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ബി ജെ പിക്ക്? എന്ത് തോന്നുന്നു താങ്കൾക്ക്? അഭിലാഷേ, ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ നമുക്കറിയാലോ, ഇതിൻ്റെ ഒരുപാട് പശ്ചാത്തലങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞ എന്തുകൊണ്ട് എന്നുള്ളത് സാമാന്യേന യുക്തികൾ എല്ലാവർക്കും മനസ്സിലാകും. ഇതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെ പാളി എന്നുള്ളത് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ ശിവരാജൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ചാനൽ കൂടി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ പറയേണ്ടതല്ല. ബി ജെ പിയുടെ പാലക്കാട്ടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പരസ്യമായി മാതൃഭൂമി ചാനൽ പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയം തെറ്റി എന്നുള്ളതാണ്. ഇത് ഞാനും പറഞ്ഞിരുന്നല്ലോ. ഞാനും ഇതേ കാര്യം പറഞ്ഞതാണല്ലോ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു, നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. ശിവരാജേട്ടൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞത് ഞാൻ അതിനു മുൻപ് പറഞ്ഞു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ സ്ഥാനാർത്ഥി നിർണയം വാസ്തവത്തിൽ ബി ജെ പിക്ക് മേൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ചേർന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഞാനെന്താ ഇപ്പോൾ ബി ജെ പിക്കാരനല്ല, പക്ഷേ എനിക്ക് അന്നത്തെ സമയത്തെ കാര്യം അറിയുന്നതുകൊണ്ട് പറയുകയാണ്. ഇവിടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ ഏത് തെരഞ്ഞെടുപ്പ് കിടന്നാലും കൃഷ്ണകുമാർ, ഇനി അതല്ലെങ്കിൽ കൃഷ്ണകുമാർ അവൈലബിൾ അല്ലെങ്കിൽ ഭാര്യ. ഇതാണ് പാലക്കാട്ടെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ പാലക്കാട്ടെ ഈ ബി ജെ പി എന്ന് പറയുന്നത് ഒരു കോക്കസിൻ്റെ കയ്യിലാണ്. ഒപ്പം സംസ്ഥാനത്തെ ബി ജെ പി സുരേന്ദ്രനും വി മുരളീധരനും കൃഷ്ണകുമാറും അടങ്ങുന്ന ഒരു കോക്കസിൻ്റെ കയ്യിലാണുള്ളത്. ആ കോക്കസ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നു. അവർക്ക് താല്പര്യമുള്ള ആളുകൾ സ്ഥാനാർത്ഥികളാവുന്നു, അവർക്ക് താല്പര്യമുള്ളതുപോലെ കാര്യങ്ങൾ നടക്കുന്നു. ഇത് പാലക്കാട്ടെ സാധാരണ പ്രവർത്തകർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വളരെ നല്ല വൃത്തിയായിട്ട് ഇവിടുന്ന് തോൽപ്പിച്ച് വിട്ടിട്ടുള്ളത്. ഈ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും എന്ത് പറയുമ്പോഴും വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ധിക്കാരം, ധാർഷ്ട്യം, മനുഷ്യരെ അങ്ങേയറ്റത്തെ അവജ്ഞയോടുകൂടി കാണുന്ന, വെറുപ്പോടുകൂടി കാണുന്ന പെരുമാറ്റം, ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക? സ്വാഭാവികം മാത്രമല്ലേ? നോക്കൂ, മനുഷ്യൻ്റെ ബേസിക് നേച്ചർ പോലും ഒരു ബോഡി ലാംഗ്വേജ് മുഴുവൻ പുച്ഛമാണ്. എതിരാളികളോട്, മറ്റുള്ളവരോട്, സഹപ്രവർത്തകരോട് പോലും പുച്ഛാണ്. അത് സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് ബാക്കിയുള്ള നേതാക്കന്മാർക്ക് മുഴുവൻ ഒരേ തരത്തിലുള്ള മുഖഭാവമാണുള്ളത്. പുച്ഛത്തിൻ്റെതായിട്ടുള്ള ഭാവം, എല്ലാവരെയും പുച്ഛിക്കുക. അയാൾ ഒന്നുമല്ലാത്തവനാണ്, അതല്ലെങ്കിൽ ചീള് കേസാണ്, ഏതുവരെ പോകുമെന്ന് ഇതേ ആരോപണങ്ങളാണ് വി ഡി സതീശനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ഉന്നയിക്കുന്നത്. അവിടെ വിജയം കൂട്ടു നിൽക്കുന്നത് കൊണ്ട്, അവിടെ ഇപ്പോൾ വിജയമുള്ളത് കൊണ്ട് ഈ പറയുന്ന അസ്വാരസ്യങ്ങളോ ഈ പറയുന്ന ശാപവചനങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പുറത്ത് പരാജയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഈ ആരോപണങ്ങൾക്ക് നിലവിൽ പറയാനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നു എന്നുള്ളതാണോ? മാധു, നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ. എനിക്ക് മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് എന്ത് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മുൻപുണ്ടായിരുന്ന പാർട്ടിയെക്കുറിച്ച് എന്ത് പറയുന്നു എൻ്റെ വിഷയമല്ല. നിലവിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. ഞാൻ നേരത്തെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുടെ സ്ഥായിയായിട്ടുള്ള പുച്ഛഭാവം, അല്ലെങ്കിൽ ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ ഭാവം, ജനങ്ങളോടുള്ള ധിക്കാരത്തിൻ്റെ ഭാവം, ഇത് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ ജനങ്ങളോടും മറ്റുള്ളവരോടും സഹപ്രവർത്തകരോടും പുച്ഛത്തോടെയും ബഹുമാനമില്ലാതെയും അങ്ങേയറ്റത്തെ ആക്ഷേപത്തോടെയും പെരുമാറുന്ന ചില ആളുകൾ, അത്തരം ആളുകൾക്ക് ഏറ്റ വലിയ തിരിച്ചടിയാണ്, അതിലൊരു സംശയവുമില്ല. ആ തിരിച്ചടിയെ ജനാധിപത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? വിനയത്തോടുകൂടി സ്വീകരിക്കേണ്ടതിന് പകരം ഞങ്ങൾ ഇനി എപ്പോഴെങ്കിലും ജയിച്ചു കൊള്ളാം, നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നത് അതൊരു ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കേരളത്തിലെ ബി ജെ പിക്ക് ആ ജനാധിപത്യ സംസ്കാരം ഇല്ല എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. ആ ജനാധിപത്യ ബോധമില്ല. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ പരാജയങ്ങൾ സംഭവിച്ചാലും വിജയം സംഭവിച്ചാലും അവിടെ വിലയിരുത്തലുകളുണ്ടാവും. ഇവിടെ എന്ത് വിലയിരുത്തലാണ് നടക്കുന്നത്? ഒരു സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന ഭാരവാഹിയോ വിളിച്ചാൽ 9 മണിക്ക് കൂടേണ്ട യോഗം 11 മണിക്ക് തുടങ്ങും. ചായ കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, 2 മണിക്കൂർ നേതാക്കന്മാരുടെ ഗിരിപ്രഭാഷണം ഉണ്ടാവും. ഉച്ചയ്ക്ക് 1 മണിക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കും. തിരിച്ചു വന്ന് എവിടുന്നോ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന 2 പ്രമേയം വായിക്കും. വൈകുന്നേരം വീണ്ടും ചായ കുടിക്കും, പിരിയും. അതിലപ്പുറം എന്ത് ചർച്ചയാണ് പാർട്ടിക്കകത്തുള്ളത്? അപ്പോൾ അതിൽ ഒരു ജനാധിപത്യ ചർച്ചയും ആ പാർട്ടിക്കകത്തില്ല. എല്ലാം ഏകപക്ഷീയമായ, ഏകശിലാ കേന്ദ്രീകൃതമായ ഉത്തരവുകൾ നടപ്പാക്കുകയും അത് അടിമകളെ പോലെ ഉത്തരവ് അനുസരിക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ആ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ചേർന്നിട്ട് എന്നെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. പാലക്കാടിൻ്റെ പൾസ്, പാലക്കാട്ടിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആ വിനയത്തോടു കൂടി, സ്നേഹത്തോടു കൂടി പാലക്കാട്ടെ ജനങ്ങളുടെ ജനവിധി അംഗീകരിക്കുകയാണ്. കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയായിരുന്നു എന്ന് ഇന്ന് ജനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്.
ഞാൻ ഉന്നയിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ശരിയായിരുന്നു, സത്യമായിരുന്നു എന്ന് ജനങ്ങളുടെ ജനവിധിയാണ് വന്നിരിക്കുന്നത്. ആ ജനവിധിയെ അംഗീകരിക്കാനുള്ള മാന്യതയും മര്യാദയും കേരളത്തിലെ BJP തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സന്ധ്യ വാര്യരെ ആവശ്യമുണ്ടാകില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങ് വിജയത്തെ ഈ പറയുന്ന വലിയ ലീഡ് എടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസുകാർക്കിടയിൽ നിൽക്കുമ്പോഴൊക്കെ അങ്ങ് സംസാരിക്കുമ്പോഴൊക്കെ വലിയ ആരോപമുണ്ടായിരുന്നു. കോൺഗ്രസ് അങ്ങേ ഹൃദയംഗമമായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിചാരം, വിശ്വാസം അങ്ങേക്ക് ഉണ്ടാകുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം? കോൺഗ്രസ് മാത്രമല്ല, മുഴുവൻ UDF സംവിധാനവും എന്നെ നെഞ്ചോട് ചേർത്തിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനവും സന്തോഷവും ആശ്വാസവും ഉണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മുഴുവൻ നേതാക്കൾ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി, കരുതലോടു കൂടി എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിമിഷവും നിൽക്കുന്നത്. എനിക്ക് അതിന് വലിയ നന്ദി അവരോടുണ്ട്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ മാതൃക. അവിടെ വലിപ്പച്ചെറുപ്പം നോക്കലല്ലോ വേണ്ടത്, അവിടെ ഈ പരമത വിദ്വേഷം പ്രചരിപ്പിക്കലല്ലോ വേണ്ടത്. ഈ പരമത വിദ്വേഷം പ്രചരിപ്പിക്കലും നമസ്തേ പറയൂ സംഘമിത്രങ്ങളെ തുടങ്ങിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും അല്ലാതെ വേറെ എന്താണ് ജനങ്ങൾക്ക് ഉപകാരമുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് നടക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തോൽപ്പിച്ചു വിടുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ കയ്യിലേക്ക് ഈ പാർട്ടിയെ മുഴുവൻ തള്ളിക്കൊടുത്ത് അത് മുഴുവൻ അടിമകളെ പോലെ കേട്ടുകൊണ്ട് നിൽക്കാൻ ആത്മാഭിമാനമുള്ള ഒരാൾക്കും സാധിക്കില്ല. ആത്മാഭിമാനമുള്ളവർ പ്രതികരിക്കും, അതില്ലാത്തവർ അതിനോടൊപ്പം ചേർന്ന് പോയിക്കോട്ടെ, എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യത്തെ പാലക്കാട്ടെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഇവർ പറയുന്ന ഈ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം വോട്ട് ചോർന്നു എന്നുള്ളതും BJPക്ക് മുൻതൂക്കം കിട്ടിയിട്ടില്ല എന്നുള്ളതും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ BJP എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവും മുൻ BJP നേതാവുമായി സന്ദീപ് വാര്യർ പറഞ്ഞത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അങ്ങയുടെ മുൻ സഹപ്രവർത്തകൻ വളരെ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ ഇത്തരം കാര്യങ്ങളോടൊന്നും എനിക്ക് മറുപടി പറയാൻ വലിയ താല്പര്യമില്ല. കാരണം ജനാധിപത്യം ഒരു ദിവസം കൊണ്ട് അനുഭവിക്കേണ്ടതല്ല. ഒരു കസേര കിട്ടുമ്പം ജനാധിപത്യം നഷ്ടപ്പെട്ടു പോകുന്നു, ഒരു കസേര നഷ്ടപ്പെടുമ്പം ജനാധിപത്യം ഇല്ല എന്ന് കാണുകയും, അതേപോലെ തന്നെ ഒരു കസേര കിട്ടാതെ വരുമ്പം ബാക്കി എല്ലാവരും അടിമകളാണെന്ന് പറയുകയും, ഒരു കസേര കിട്ടാതെ വരുമ്പം അതുവരെ ചെയ്തതെല്ലാം മറന്ന് പരമത വിദ്വേഷമാണെന്ന് പറയുകയും ചെയ്യുന്ന ഇത്തരം അവസരവാദപരമായ സമീപനം സ്വീകരിക്കുന്നവരോട് അവജ്ഞയോടുകൂടി തള്ളിക്കളയാന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തെ അന്നും ഇന്നും സുഹൃത്ത്, കാരണം എനിക്ക് സംഘടനാപരമായിട്ട് മാത്രമേ, ആശയപരമായിട്ട് മാത്രമേ അദ്ദേഹത്തോട് വിയോജിപ്പുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് അദ്ദേഹം ഏത് പാർട്ടി ചേരണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്നലെ വരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കൈയെടുത്ത് എൻ്റെ കയ്യിലെ വെച്ച് ഇവനെ നോക്കണമെന്ന് പറഞ്ഞിട്ട്, ആ സമയത്ത് ഇത് പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് അറിഞ്ഞില്ലേ? അതറിയാമായിരുന്നില്ലേ? ഞങ്ങളുടെ ആരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിലോ ഞങ്ങളുടെ ആരുടെയും സ്റ്റേറ്റ്മെൻറ്റിലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കാശ്മീരിലെ ജനങ്ങളെ മുഴുവൻ കൂട്ടക്കുരുതി ചെയ്യണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും BJP നേതാവ് പറഞ്ഞോ? ഏതെങ്കിലും പറഞ്ഞോ? പാണക്കാട് തങ്ങളെ ഇത്ര വഴിവിടച്ച രീതിയിൽ വികൃതമായ ഭാഷയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് സംസാരിച്ചിട്ടുണ്ടോ? എന്തിനും മലപ്പുറം ജില്ലയെക്കുറിച്ച് പോലും നികൃഷ്ടമായ ഭാഷയിൽ സംസാരിച്ച, ഞങ്ങൾ ചിന്തിക്കാത്ത തരത്തിൽ വർഗീയതയും വിധ്വംസക സമീപനവും സ്വീകരിച്ച ഒരു മനുഷ്യൻ ഒരു കസേര കിട്ടാതാവുമ്പോൾ അത് ഫാക്ടറിയാണ്, അത് പരമത വിദ്വേഷമാണെന്നൊക്കെ പറഞ്ഞു വരുന്നതോ ജനങ്ങൾ ചിന്തിച്ചോട്ടെ. ജനങ്ങളാണ് അതിനൊക്കെ മറുപടി പറയേണ്ടത്. ഒരു സെക്കൻഡ് ഞാനൊന്ന് തീർത്തോട്ടെ. ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാനോ വ്യക്തിപരമായി ആരെയും എതിർക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പണ്ട് ഞങ്ങളെ സമീപിച്ചതാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ആദർശം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, ആശയം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ആമാശയം മാത്രമല്ല. അതുകൊണ്ട് ആമാശയ ആർത്തിയുള്ള ആളുകൾക്ക് ഒരു ദിവസം കൊണ്ട് എന്തു വേണേലും എങ്ങനെ വേണേലും ഏത് വഴിക്ക് വേണേലും സഞ്ചരിക്കാം. ഞങ്ങൾക്ക് ആ ആർത്തി ഇല്ലാന്നേ, ഞങ്ങൾക്ക് MLA ആവണ്ടെന്നേ. ഞങ്ങൾ ജീവിക്കുന്നത് ഈ നാടിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആരുടെ കൂടെയാണ് ഇവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത്? ഒരു പശുക്കുട്ടിയെ റോട്ടിൽ വെട്ടി അതിൻ്റെ ചോര തെറിപ്പിച്ചിട്ട് ഇതിൻ്റെ മതേതരത്വം വിളംബരം ചെയ്യുന്ന ആളുടെ കൂടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ പശുക്കുട്ടിയെ വെട്ടി വീഴ്ത്തിയപ്പോൾ ഈ മനുഷ്യനിട്ട പോസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്.
ഈ പശുക്കുട്ടിയെ വെട്ടി റോട്ടിലിട്ട് മതേതരത്വം വിളമ്പിയ റജീൽ മാക്കൂട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് എതിരായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ കാര്യമൊക്കെ ഞങ്ങൾക്കുണ്ട്. അവർക്ക് ഒന്നിച്ചു പോവാം, കാരണം പശുക്കുട്ടി പോയല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ പശുക്കുട്ടിയെ കളയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഈ നാടിന് വേണ്ടി, ഇവിടുത്തെ ആശയത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. പിന്നെ വിനയം വേണം, അത് ശരിയാ, വിനയം വേണം. നമ്മളെല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറണം, അതും ശരിയാ, സ്നേഹത്തിൽ പെരുമാറണം. ബഹുജനം പലവിധമാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിന്ന് വരും ഒരു പാർട്ടിയിൽ. അതൊക്കെ പരസ്പരം സംസാരിച്ച് പരസ്പരം പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു, ആരും അഹങ്കരിക്കുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ പാലക്കാട് തോറ്റു, നമ്മളെന്താ പറയുന്നത്? അത് പരിശോധിക്കും, അത് അന്വേഷിക്കും. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ വളർന്നു വന്നത്? പാലക്കാട് 2 പ്രാവശ്യം നഗരസഭ ജയിച്ചത് അങ്ങനെ തന്നെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി അമേഠിയെ തോറ്റു, കോൺഗ്രസിൻ്റെ സ്വത്തായ അമേഠി BJP പിരിച്ചെടുത്തു, വീണ്ടും രാഹുൽ ഗാന്ധി ജയിച്ചു അവിടെ. ഇതൊക്കെ തെരഞ്ഞെടുപ്പിലുണ്ട്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ റജീൽ മാക്കൂട്ടി നേരത്തെ പറഞ്ഞു കേട്ടു, BJPയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇന്ത്യയിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ നേരത്തെ പോയില്ലേ? എത്ര സ്ഥലത്താണ് മഹാരാഷ്ട്രയിൽ? ആകെ നിങ്ങൾക്കുള്ളത് വിരലെണ്ണാവുന്നതാണ്. ആകെയുള്ളത് ഒരു പന്നവേരാണ് ഈ കേരളത്തിൽ. ആ പന്നവേരിൻ്റെ ആ വേരുണ്ടല്ലോ, കേരളത്തിലെ കോൺഗ്രസിന്റെ വേര്, അത് ഞങ്ങൾ മുറിക്കും, ഒരു സംശയമില്ല. അത് ആര് പോയാലും വെല്ലുവിളി. നമുക്ക് പ്രതികരണത്തിലേക്ക് വരാം.